Ladies and gentlemen, this is Adesh and welcome to My Gonayadi. So നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയിട്ടാണ്. ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ ആണ് കിച്ച സുദീപിന്റെ മാക്സ് 2024 ഇറങ്ങിയ പടം. അതേ ഡയറക്ടർ ആക്ടർ കോംബോന്റെ അടുത്തൊരു മാസ് ആക്ഷൻ ത്രില്ലർ വന്നിട്ടുണ്ട്, മാർക്ക്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഞാൻ ആദ്യം ഇതിന്റെ ടൈറ്റിലൊക്കെ കേട്ടപ്പോ ഇത് മാക്സിന്റെ സീക്വലോ പ്രീക്വലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ ICU LCU യൂണിവേഴ്സ് പടമാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഡയറക്ടർ ആക്ടർ കോംബോ സെയിം ആണ്. ബാക്കിയുള്ള കഥയൊക്കെ വ്യത്യാസമുണ്ട്. കളർ ഗ്രേഡിംഗ് പോലുള്ള പരിപാടിയൊക്കെ സിമിലർ ആണ്. ഇതും 24 മണിക്കൂറിൽ നടക്കുന്ന പരിപാടി, അതേപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, ഇങ്ങേര് പോലീസ്, സെയിം സാധനം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ ഒറിജിനൽ ലാംഗ്വേജ് ആണ് കണ്ടത്. ഇതിൽ കൂടുതൽ ഓൾമോസ്റ്റ് വില്ലനിസം കാണിക്കുന്ന വില്ലൻസ് ഒക്കെ വന്നിട്ട് മറ്റേ നമ്മുടെ തമിഴ് മലയാളം ഇൻഡസ്ട്രി അവിടെ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വേർഷൻ ഡബ്ഡ് വേർഷൻ പോലെയാണ് തോന്നിയത്. മെയിൻ വില്ലൻ നവീൻ ചന്ദ്ര എനിക്ക് തോന്നുന്നു മാസ് ജത്താരയില്ലേ നമ്മുടെ രവി തേജ മറ്റേ ശ്രീലീലയുടെ അപ്പൂപ്പനായിട്ട് അഭിനയിച്ച പടം, അതിൽ അങ്ങേരെ ഒരു വില്ലനിസം ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് അങ്ങേരെ തൂക്കിക്കൊണ്ടുവന്നിട്ട് ഇതിൽ അഭിനയിപ്പിച്ച പോലെയുണ്ട്. ഏത് നേരം ഈ മറ്റേ പട്ടി കടിച്ചിട്ട് പേ പിടിച്ച പോലെയാണ് അങ്ങനെ പറഞ്ഞിട്ട്. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ തുണിയില്ലാതെ 3-4 കെട്ടിത്തൂക്കി കൊല്ലുന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഒരു ടെറർ ഫീലിങ്ങോ ഒരു വയലൻസിന്റെ ഒരു എഫക്റ്റോ ഒന്നും തോന്നുന്നില്ല. ചിരിയാണ് അവിടെ തന്നെ വന്നത്. ഇതിൽ 1-2 ഐറ്റം ഡാൻസ് എന്തുകൊണ്ട് അതിന് പാട്ടും പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഐറ്റം ഡാൻസ് പറഞ്ഞിട്ട് കണ്ടാ തോന്നണ്ടേ? ഇപ്പൊ സകലമാന എല്ലാ എണ്ണവും പോയിട്ട് ഐറ്റം ഡാൻസ് ചെയ്യാണ്. ഇപ്പൊ മലയാളത്തിൽ തന്നെ നിഖില വിമൽ ഐറ്റം ഡാൻസ് ചെയ്യാൻ പോകേണ്ടി പറയുന്നുണ്ട്. രജീഷയുടെ വക ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ രജീഷെ കുറെ പേര് ഇരുന്ന് കളിയാക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. രജീഷ വന്നിട്ട് ഐറ്റം ഡാൻസ് ചെയ്തു, നിലപാട് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ. എന്തോന്നാട്ടെ വിളിച്ച് പറയണ തോന്നിയാശ്രം. രജീഷ കളിച്ചത് നാടോടി നൃത്തമാണ്, അല്ലാതെ ഐറ്റം ഡാൻസ് ഒന്നും അല്ല. ആ കൊച്ചു നിലപാടൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. വെറുതെ ആ കൊച്ചിന് കുറ്റം പറയുന്നു. ഈ സിനിമ മാക്സിമം ഷോൾഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ച സുദീപ് അണ്ണന്റെ മാസ് തന്നെയാണ്. അങ്ങേരെ കൊപ്രായത്തരം, കോമാളിത്തരം, ഗിമ്മിക്സ് അതൊക്കെ നൈസായിരുന്നു. ആളുടെ ആറ്റിറ്റ്യൂഡും സ്വാഗൊക്കെ പെട്ട സാധനം തന്നെയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വില്ലൻ ആദികേശവൻ, CM ആവാൻ പോണ ആദികേശവൻ, വൺ ആൻഡ് ഓൺലി ഷൈൻ ടോം ചാക്കോ. സോ ഷൈൻ ടോം ചാക്കോ അവിടെ കന്നഡത്തിൽ പോയി അഭിനയിച്ചുകൊണ്ട് ഡബ് ചെയ്തിട്ടുണ്ട്. വേറെ ആരോണ്ട് ഡബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, സബ് ടൈറ്റിലിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവിടുത്തെ മലയാളം തമിഴ് ഇൻഡസ്ട്രിയിലത്തെ ആക്ടേഴ്സ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വേർഷൻ ഡബ്ഡ് വേർഷൻ പോലെയാണ്. ഡയലോഗ് തെക്കോട്ട്, ലിപ്സിംഗ് വടക്കോട്ട്. എല്ലാവർക്കും ബിൽഡപ്പ് ആണ്. എല്ലാവരും വൻ സാധനങ്ങളാണ്. പക്ഷെ എന്നാ ഒരു തരി പോലും മാസ് പറയുന്ന സാധനം തോന്നിക്കുകയില്ല. യോഗി ബാബുവിന് വരെ ബിൽഡപ്പ് ആണ്. ആൻഡ് ഇത് മ്യൂസിക് വർക്ക് നൈസ് ആട്ടോ. BGM നൈസ് സാധനമാണ്. വില്ലനും ഹീറോനും കണ്ണിക്കണ്ട ചാക്കനും പോക്കനും മീൻകാരനും സെപ്റ്റിക് ടാങ്ക് കോരാൻ വരുന്നവനും എല്ലാവർക്കും ഒരേ BGM ആണ്. നമ്മൾ സായി അഭ്യങ്കറിനൊക്കെ കുറ്റം പറഞ്ഞു, സെയിം സാധനമാണ്. പക്ഷെ അതിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആയിരുന്നു അണ്ണൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡിറ്റോ സാധനം. വില്ലനും ചാക്കനും പോക്കനും ഒക്കെ സെയിം സാധനം. അടുത്ത വില്ലനായിട്ട് ഗുരു സോമസുന്ദരം, വലിയ അടുത്തൊരു കോമാളി സൂപ്പർ മാർക്കറ്റ് ആണ് ശരിക്കും ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം സകലെണ്ണം കോമാളികൾ. ആൻഡ് ഇതിൽ എനിക്ക് കുറച്ച് നല്ലൊരു ക്യാരക്ടർ തോന്നി വിക്രാന്തിന്റെ ക്യാരക്ടറാണ്. വിക്രാന്തിന്റെ ഒരു സൈക്കോനെ പോലെയാണ് ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ മറ്റേ മദ്രാസ് കണ്ടവർക്ക് അതിലും നൈസ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അണ്ണനെ ഭിത്തിക്കേറ്റും. കുറച്ചും കൂടി ആ ക്യാരക്ടറിന് വയലൻസ് കാണിക്കാനോ അല്ലെങ്കിൽ മാസ് കാണിക്കാനോ ചാൻസ് കൊടുത്തെന്ന് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നി. ഇത് വന്നു ഭിത്തി കയറി. ആൻഡ് ഇതിൽ വേറൊരു പോലീസ് ഓഫീസർ ഉണ്ട്, ഒരു പെണ്ണുമ്പിള്ള. ഓടാനും വയ്യ ചാടാനും വയ്യ. എങ്ങനെയൊക്കെയാണ് ഈ കൊച്ചിനെ പോലീസ് ആക്കിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ഇവര് പറയുന്നുണ്ട് മാക്സ് X ആണ് വെച്ചാൽ മാർക്ക് 2X ആണെന്ന്. 2X പോയിട്ട് അര X ആയിട്ട് പോലും പേഴ്സണലി എനിക്ക് തോന്നില്ല. പിന്നെ യൂഷ്വലി എല്ലാ പടത്തിലും എന്താണ് മകൻ തള്ളാപാസം അമ്മ പാസം ഒക്കെ ഉണ്ടാവുമല്ലോ. സീരിയസ്ലി അങ്ങനെ പറയണം വിചാരിച്ചല്ല. പക്ഷെ ഇതില് അമ്മ പറയാണ് എന്റെ മകൻ ന്യൂക്ലിയർ ബോംബാണെന്ന്. പടമേ ന്യൂക്ലിയർ ബോംബ്. അപ്പൊ മകൻ ന്യൂക്ലിയർ ബോംബ് ആവാതിരിക്കുവോ? മാസാണ് ഇത്ര. ആൻഡ് ഇതിന്റെ ഇടയിൽ ഫൈറ്റിന്റെ ഇടയിൽ അണ്ണന്റെ വക ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നല്ല ചിരിയാണ് വന്നു. CM ആവാൻ വേണ്ടിയിട്ട് സ്വന്തം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ തട്ടിക്കളയണം നമ്മുടെ ഷൈൻ ടോം ചാക്കോ. 18 കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ വേറൊരു വില്ലൻ. ഇതിന്റെ ഇടയിൽ പെടുന്ന നമ്മുടെ കിച്ച സുദീപിന്റെ കഥ പറയുന്ന സിനിമയാണ് മാർക്ക്. വർക്കായില്ല പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ കണ്ടിരിക്കുക. മറ്റേ മാക്സ് എന്ന് വെച്ചാൽ മിനിമൽ പ്ലേസസ് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ.
ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ വേറെ 1-2 സ്ഥലം. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു കൂടുതൽ പരിപാടി നടക്കുന്നത്. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. പോലീസ് സ്റ്റേഷൻ ഒരു 5 മിനിറ്റ് കാണിക്കുന്നുണ്ട്, ഏതൊക്കെ ഡാം കാണിക്കുന്നുണ്ട്, ഒരു ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നുണ്ട്, 10-100 സ്ഥലം കാണിക്കുന്നുണ്ട്, നവീൻ ചന്ദ്രയുടെ നേരത്തെ അലർച്ചയുണ്ട്, ബിരിയാണി വെക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ട് ഒരു ലോഡ് സാധനങ്ങൾ ഏത് നേരം ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ അലവലാദികൾ. അങ്ങനത്തെ ഒരു പടം, ഒരു ഗുമ്മില്ലാത്ത പടമാണ് മാർക്ക്. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ, ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് കാണാന്ന് മാത്രം. കിച്ചാ സുദീപിന്റെ ഇൻട്രോ നൈസ് ആയിരുന്നു, അങ്ങേരെ ഫൈറ്റ് സീക്വൻസ് നൈസ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല അങ്ങേരെ ആറ്റിറ്റ്യൂഡും സ്വാഗ് എല്ലാം നൈസ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് തൊലിഞ്ഞ റൊമാൻസ് മാത്രം ഇതിൽ കുത്തിക്കയറ്റിയിട്ടില്ല. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം നൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഗുരു സോമസുന്ദരം പക്കാ കോമാളി, യോഗി ബാബുവിന് തമാശയൊക്കെ പറയണ്ട, ആര് ചിരിക്കാനാണ്. യോഗി ബാബു ഒക്കെ കറക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി. എന്ന് തുടങ്ങിയ കോമാളിത്തരമാണ്. സെയിം സാധനം, ഈ കിങ്സ്ലിയെ പോലെ സെയിം സാധനമാണ് അണ്ണനും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വിക്രാന്തിന്റെ ക്യാരക്ടർ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ബാക്കി നവീൻ ചന്ദ്രയൊക്കെ വെറുപ്പിക്കലാണ്. എത്ര കിടു ത്രില്ലർ ചെയ്തിട്ടുണ്ടായിരുന്ന മനുഷ്യൻ ഇപ്പൊ സകലമാന കോമാളി പടത്തിലും കയറി അഭിനയിക്കുന്നുണ്ട്. ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു തോന്നി. മ്യൂസിക് വർക്ക് നല്ലതായിരുന്നു.